തോന്നുന്നില്ല അല്ലേ, അത്ര ഒന്നും ഒരു ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല. നോക്കാം, നമുക്ക് അപ്പുറത്തെ സൈഡിൽ വേറെ ഉണ്ടോ നോക്കാം. പിന്നെ അതാ ഇതെല്ലാം കുറച്ച് വലിയ ബൊക്കെയാണ്. എത്ര വലുത് നോക്കട്ടെ. ഇഷുവാ, നമ്മളെ സാധനമെല്ലാം മേടിച്ച് നമ്മളെ വീട്ടിലേക്ക് പോലായിട്ടാ. കുറേ ആലോചിച്ചിട്ടാണ് ഒരു ഫ്ലവർ എടുത്തത്. അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കേക്ക് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രീമെല്ലാം മാതിരിയായിരുന്നു. അതുകൊണ്ട് തന്നെ കേക്ക് ഒഴിവാക്കി. ഫ്ലവറൊന്നും അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. പിന്നെ വാങ്ങാനായിട്ട് വന്നതുകൊണ്ട് മോശമില്ലാതെ നല്ലതൊന്ന് നോക്കിയിട്ട് എടുത്തു. അതിഷ്ടമായി. നമ്മളെ വീട്ടിലേക്ക് പോകുന്നതായിട്ടനെ വലിയ ഐഡിയ ഒന്നുമില്ല. ഇത് വാങ്ങാനാണ് വരുന്നതെന്നൊന്നും അറിയില്ല. ചിലപ്പം ഗസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ മീൻ വാങ്ങാനായിട്ട് വന്നതായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം എൻ്റെ കയ്യിൽ സ്ട്രോളറും കൂടി ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു ഇറക്കാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് സ്ട്രോളർ പിടിച്ചിട്ടല്ലേ. എന്താ പറയണ്ടേ? ഹാപ്പി മദേഴ്സ് ഡേ അല്ല, ഹാപ്പി ഫാദേഴ്സ് ഡേ അച്ചു. അച്ചക്ക് വാങ്ങിയത് അല്ലേ? ഒരു ഹഗ് കൊടുത്താട്ടെ അച്ചക്ക്. അപ്പോൾ ഞാൻ ഈ റോസസിൻ്റെയും ഈ വൈറ്റ് ഫ്ലവറിൻ്റെ ഒക്കെ കംപ്ലീറ്റ് തണ്ട് ഒരു 45 ഡിഗ്രി ചരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്കി. നല്ല തണ്ടാണ്. ഈ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് മണ്ണിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ
എന്തായാലും തളർത്ത് വരും. അങ്ങനത്തെ ഇതാണ്. എനിക്ക് കളയാൻ ഭയങ്കര സങ്കടമാണിത്. കാരണം എനിക്കിഷ്ടമാണ് ചെടി ഉണ്ടാക്കാനൊക്കെ. പക്ഷേ ഇവിടെ ഇപ്പം ബാൽക്കണിയോ ഒന്നുമില്ല. അപ്പം നമ്മൾ റൂമിൽ അധികം പുറത്തൊക്കെ പോകുന്ന സമയത്ത് ജനലൊന്നും തുറന്നിടാണ്ടാണല്ലോ പോകുന്നത്. കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നത് കുറവായതുകൊണ്ട് അങ്ങനെ നടാനായിട്ട് ഞാൻ നിൽക്കാറില്ല. മുന്നേ ഒരു പ്രാവശ്യം ഒരു തുളസി നട്ടത് മാത്രമേ ഉള്ളൂ. അത് ഒരു സമ്മർ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു വിൻ്റർ പകുതിയായി, അടുത്ത സമ്മർ വന്നപ്പോഴേക്കും അത് പോയി. അതുകൊണ്ട് ഇപ്പം ഞാനത് നടാനൊന്നും ഇപ്പം മെനക്കെടുന്നില്ല. അപ്പോൾ ഇത് ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പതുക്കെ സംസാരിക്കുന്നത് ഈശാന ഓർമ്മ വന്നിട്ടോ. പിന്നെ ഡിഷ് വാഷറിൻ്റെ സൗണ്ട് ബാക്കിൽ ചെറുതായിട്ടുണ്ടാവും, അത് മൈൻഡ് ആക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വാങ്ങിയ പ്ലാന്റ് എന്താ പറയുക, പ്ലാന്റ് ഫുഡ് അല്ലെങ്കിൽ ഫ്ലവർ ഫുഡ് എന്ന് വേണമെങ്കിലും പറയാം. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലവർ വേസിൽ വെള്ളം എടുക്കുക, ദെൻ അതിലേക്ക് ഈ പാക്കറ്റ് പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലാന്റ്സ് വെക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടില്ല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് മാത്രം എനിക്കറിയാം കേട്ടോ. അപ്പം എൻ്റെ ഫ്ലവർ വേസിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം, ഫുൾ ആഡ് ചെയ്യാം. കുറച്ച് ദിവസം അധികം ഇത് അതുപോലെ തന്നെ നിൽക്കും എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്ക് ഇനി ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. നമുക്ക് ഇനിയിൽ ഫ്ലവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്ര ഫ്രഷ് ഫ്ലവർ അല്ലാതെ അതുകൊണ്ട് വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു വിഷമൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഫ്രഷ് അല്ലാത്തതുകൊണ്ട്, പിന്നെ നല്ലൊരു ദിവസം വാങ്ങണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം വാങ്ങിയതാണ്. കണ്ടതിൻ്റെ ഇതളെല്ലാം പുറത്തേക്ക് വരുവാണ് എല്ലാം. സാരില്ല, ഇനി വാങ്ങണം, നമുക്ക് നല്ലത് വാങ്ങണം. ഇതിനെല്ലാം കളയണം. എല്ലാം കൂടെ കളഞ്ഞിട്ട് വെക്കുന്നതായിരിക്കും ഇത് ബെസ്റ്റാന്ന് തോന്നുന്നു. അങ്ങനെ ആകുമ്പം എല്ലാം അഴുകിപ്പോവില്ലല്ലോ. ഞാൻ എല്ലാം കൂടെ കളയട്ടെ. അത് ഞാൻ അത്ര ആലോചിച്ചില്ലായിരുന്നു. ഇല ഉണ്ടാകുന്ന സമയത്ത് ഇത് വേഗം അഴുകിപ്പോവും. സോ നമുക്ക് ഇല കളയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ഫ്ലവർ വെക്കുക, അതിനിടയിൽ ഇങ്ങനെ നോക്കിയിരിക്കുക, അതൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക്. ഞാൻ മുന്നേ ഒരു വീഡിയോനകത്ത്, ഒരു ഷോർട്ട് വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ ഇങ്ങനെ ഫ്ലവർ വാങ്ങാം, ഫ്ലവർ കിട്ടുകയെന്നെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അത് മാക്സിമം ഒരാഴ്ച മാത്രമേ ആ ഒരു ഗിഫ്റ്റ് നമുക്ക് നിൽക്കുള്ളൂ. പക്ഷെ ആ ഒരാഴ്ച അത് നോക്കിയിരുന്ന് അത് ആസ്വദിക്കാൻ അതിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്കധികം ബർത്ത്ഡേസിലായാലും ഏട്ടനെ ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം ഇതുപോലെയുള്ള ബൊക്കേസാണ് ഏട്ടൻ ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിഷ്ടമാണ്. പൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയി. കാരണം ഇത് നമ്മുടെ മൂഡ്, എന്താ പറയുക, നമ്മളെ മൂഡ് മാറ്റും. നല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെയാണോ? അല്ല ഞാൻ മാത്രം, എനിക്കറിയില്ല. കുറച്ച് ആൾക്കാരെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഫ്ലവേഴ്സും പ്ലാന്റ്സും അല്ല ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. എനിക്ക് ഭയങ്കര എന്തെന്നില്ലാത്ത ഇഷ്ടമാണ് എനിക്കത്. എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുക, അതെനിക്കറിയില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ അതുപോലെ ഇഷ്ടമില്ല ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ പറയാട്ടോ. ചില സമയത്ത് എൻ്റെ കളി കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ഞാൻ എന്തിനാ ഒരു ഫ്ലവർ കാണുന്ന സമയത്ത് ഇത്രയെല്ലാം, ഒരു ഫ്ലവർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇത്രയെല്ലാം സന്തോഷിക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നലുണ്ട്. എനിക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ, എനിക്ക് കുറച്ച് ആശ്വസിക്കാനോ, ഞാൻ മാത്രമല്ല എന്നുള്ളൊരു കാര്യത്തിൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. പക്ഷേ ഈ ഒരു വൈറ്റ് ഫ്ലവർ കളയാൻ തോന്നുന്നില്ല. അതും നല്ല ഭംഗിയില്ലേ കാണാൻ. അങ്ങനെ എൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. പിന്നെ ഇതെല്ലാം ഏട്ടന് ഗിഫ്റ്റ് വാങ്ങിയെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇതിനെ കണ്ട് ആസ്വദിച്ച് ഇതിനെ എന്താ പറയുക, ഇടയിലിടയിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഞാനായിരിക്കും. ഏട്ടന് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അറിയില്ല, അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതൊന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല. സോ ഞാൻ തന്നെ ആയിരിക്കും ഇതിനെ ഇങ്ങനെ നോക്കി, ഇടയിൽ നോക്കി ഇത് വെള്ളം മാറ്റി ഒക്കെ ചെയ്യുന്നത്. ഒരു വൈറ്റ് ഫ്ലവർ നേരെ പറ്റുന്നില്ല.
ഇതുകൊണ്ട് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ എൻ്റെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് നാൾ ഇതുപോലെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ നമുക്ക് ഇടയിൽ ഇങ്ങനെ നോക്കി വെള്ളമൊക്കെ മാറ്റി ഇതിൻ്റെ ഫ്ലവർ എന്താ പറയുക, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതിനെന്താ പറയുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. പ്ലാന്റ് ഫുഡോ ഫ്ലവർ ഫുഡോ എന്താ വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് കെയർ ചെയ്ത് വെക്കാം. കുറച്ച് ദിവസം നിൽക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ വേസിന് അങ്ങനെ തന്നെ ഒന്നുകിൽ നമ്മളെ സ്റ്റാൻഡിൽ വെക്കാം, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെക്കാം. ഞാൻ ആലോചിക്കട്ടെ എവിടെ വെക്കണം എന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു കുട്ടി ഫാദേഴ്സ് ഡേ വ്ളോഗ് വന്നിട്ട്. അങ്ങനെ വലിയ പ്രതീക്ഷിച്ച് എടുത്ത വീഡിയോ എന്നല്ല. ഞാൻ വേറെ എന്തൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഫാദേഴ്സ് ഡേക്ക് ഞാൻ എഴുതി വരച്ച് ഉണ്ടാക്കുന്ന കാർഡ്സൊക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തവണ സമയം കിട്ടാത്തത് കാരണം അതൊന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ മീൻ വാങ്ങാൻ എന്ന് പറഞ്ഞ് എന്നുള്ള വ്യാജേന പോയി ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ ഏട്ടൻ സന്തോഷം ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഏട്ടന്. അപ്പോൾ എല്ലാവരും ഫാദേഴ്സ് ഡേ ആയിട്ട് അച്ഛന് ഗിഫ്റ്റ് കൊടുത്തു എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ നമ്മളും മദേഴ്സ് ഡേക്ക് അമ്മയ്ക്ക് എന്തെങ്കിലും അങ്ങനെയായിട്ട് ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നു. പക്ഷെ അച്ഛന് ഗിഫ്റ്റ് കൊടുക്കുന്നത് വളരെ കുറവായിരുന്നു. ഇതുപോലെ ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയ എന്തെങ്കിലും കാർഡ്സും അങ്ങനെയൊക്കെ ആയിരുന്നു. ചെറിയ കുട്ടി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ 3 പേരും കൂടി കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ദിവസം അല്ലെ എല്ലാ അച്ഛനും അർഹിക്കുന്ന ഒരു ദിവസമാണല്ലേ. അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ, അവരെ വിഷ് ചെയ്യാൻ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഓർമ്മിക്കാൻ അല്ലേ. അവർ പൊതുവെ അച്ഛന്മാർ കുറച്ച് എക്സ്പ്രസ് ചെയ്യുന്നത് കുറച്ച് കുറവായിരിക്കും. പക്ഷെ നമ്മൾ തിരിച്ച് ആ ഒരു ദിവസം അവർക്ക് ആ ഒരു അപ്രീസിയേഷൻ നമ്മൾ കൊടുക്കണം അല്ലേ. വിഷ് ചെയ്യണം. നമ്മൾ മനസ്സിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കണം. അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന സ്ട്രഗിള് കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ഈ ഒരു ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ വിളിച്ചപ്പോൾ വിഷൊക്കെ ചെയ്തു. ഏട്ടൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. നമ്മൾ സാധനം വാങ്ങാൻ വേണ്ടി പോയ സമയത്തായിരുന്നു ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതൊരു ചെറിയൊരു സങ്കടമുണ്ട്. അച്ഛനെ വിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല നേരിട്ട്. പിന്നെ ഞാൻ ഷോപ്പിലുണ്ടാകുന്ന സമയത്തായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അച്ഛനെ ജസ്റ്റ് വിഷ് ചെയ്തു. പക്ഷേ ആ ഒരു സൗണ്ടും ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ അതിനിടയിൽ അങ്ങനെ ഒരുപാടൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല. സാരില്ല, നാളെ വിളിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കാമല്ലോ അല്ലേ. ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ വന്നിട്ട്. ഏട്ടന് ഈ ഒരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. മുഖത്തെ അവരിതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അച്ഛന്മാർക്കും ഹാപ്പി ഫാദേഴ്സ് ഡേ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. അപ്പോൾ അതുവരെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഹാവ് എ ഗുഡ് ഡേ.